ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മാർച്ച് 1-ാം തീയതി. ഇന്ന് കർത്താവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും പല സ്ഥലങ്ങളിൽ യുദ്ധവും കെടുതികളും വിനാശവും കണ്ണുനീരും കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തമായ കരം നമ്മെ താങ്ങി ഉണർത്തി നടത്തി. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ ഉണർത്തി അവിടുത്തെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി നമുക്ക് നന്ദി അർപ്പിക്കാം. കഴിഞ്ഞ രാത്രിയിൽ അനേകർ ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു പോയി. എന്നാൽ നമുക്ക് സുഖമായ നിദ്ര നൽകി നമ്മെ അനുഗ്രഹിച്ച് അവിടുന്ന് കാത്തു സംരക്ഷിച്ചു. എല്ലാം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു. മനുഷ്യരുടെ വിജ്ഞാനത്തിൽ വിശ്വസിക്കാതെ ദൈവത്തിൻ്റെ ശക്തിയിൽ മാത്രം വിശ്വസിക്കാൻ ഇന്ന് നമുക്ക് കൃപ തരട്ടെ. ഈ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം കർത്താവ് നമുക്ക് കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ അനുഗ്രഹങ്ങളെ നൽകാൻ പോകുന്നു. അതിനാൽ അവിടുത്തെ സന്നിധിയിൽ താഴ്മയോടെ, വിശ്വാസത്തോടെ, എളിമയുള്ള ഹൃദയത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണ തോന്നണമേ, എൻ്റെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗം സമർപ്പിച്ച് തിരുവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തി ആകാനായിരുന്നു അത്. എന്നാൽ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പക്ഷേ ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിൻ്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല. രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുൻപ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതുമാണ്. ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല. സാധിച്ചിരുന്നു എങ്കിൽ മഹത്വത്തിൻ്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ഒരു പുതിയ ദിവസത്തെ കാണാൻ ഞങ്ങളെ ഉണർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. വിദൂരത്തായിരിക്കുന്ന, വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യുദ്ധവും കെടുതികളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ യാതൊരു തരത്തിലും ബാധിക്കാൻ നീ അനുവദിക്കരുതേ. നിന്റെ സന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളെ നീ കാത്തുകൊള്ളണമേ. കർത്താവേ, ശത്രുക്കളുടെ യാതൊരു വെല്ലുവിളികളോ പദ്ധതികളോ നിന്റെ മക്കളുടെ നേരെ ഉണ്ടാകാൻ നീ അനുവദിക്കരുതേ. നിന്റെ പരിശുദ്ധമായ സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ, സ്ഥലങ്ങൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് കീഴിൽ ആയിരിക്കുന്നതിനും ദൈവത്തിൻ്റെ സമൃദ്ധിയും അഭിവൃദ്ധിയും അവർക്കുണ്ടാകുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന ഈ ലോകം മുഴുവനും എത്താൻ നീ ഇന്ന് കൃപ ചൊരിയണമേ. നിന്റെ സമാധാനവും സന്തോഷവും നിന്റെ സംരക്ഷണവും ഈ പ്രാർത്ഥനയോടൊപ്പം ലോകം മുഴുവനും നീ വ്യാപിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വേദനയിലും കണ്ണുനീരിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും ഭയത്തിലും കഴിയുന്ന ഓരോരുത്തർക്കും ആശ്വാസമാകാൻ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഈ ലോകം മുഴുവനും നീ എത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും കണ്ണ് കണ്ടിട്ടില്ലാത്തതും മനുഷ്യ മനസ്സ് ഗ്രഹിച്ചിട്ടില്ലാത്തതും ഹൃദയം അറിഞ്ഞിട്ടില്ലാത്തതുമായ വലിയ അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ ഇന്ന് നീ നടത്തിക്കൊടുക്കണമേ. ഈ മക്കളുടെ പ്രാർത്ഥന
നീ കേൾക്കണമേ. ഇന്നത്തെ അവരുടെ ആവശ്യങ്ങളെ നീ സാധിച്ചു കൊടുക്കണമേ. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മക്കളെ, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. അനുഗ്രഹം ചൊരിയണമേ. സംരക്ഷണം നൽകണമേ. കർത്താവേ, ലോകമെമ്പാടും നിന്റെ സംരക്ഷണ വലയത്തിൽ ആകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ശത്രുവിൻ്റെ എല്ലാ ദുഷ്ട ഉദ്ദേശങ്ങളെയും നീ തകർത്തെറിയണമേ. കർത്താവേ, നിന്റെ മക്കളുടെ സംരക്ഷണം നീ ഇപ്പോൾ തന്നെ സുരക്ഷിതമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നും എന്നും മാനുഷിക വിജ്ഞാനത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ ശക്തിയിൽ മാത്രം ആശ്രയിക്കാൻ, ദൈവിക ജ്ഞാനത്തിൽ ആശ്രയിക്കാൻ, ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഉറച്ചു നിൽക്കാൻ ആവശ്യമായ വിശ്വാസവും ശക്തിയും ബലവും ഞങ്ങൾക്ക് നൽകി ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും അനുഗ്രഹപ്രദമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ മാർച്ച് മാസത്തെ എല്ലാം കൊണ്ടും നീ അനുഗ്രഹിക്കണമേ. ഈ മാർച്ച് മാസത്തിൽ ഓരോ ദിവസവും ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് നിറയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകിയ നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുനാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, സ്ഥലങ്ങൾ, കുടുംബങ്ങൾ നിന്റെ പരിശുദ്ധ സംരക്ഷണത്തിന് കീഴിൽ ആയിരിക്കട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്തിൽ നിന്നും, യുദ്ധത്തിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, പട്ടിണിയിൽ നിന്നും, കെണികളിൽ നിന്നും, ശത്രുവിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും നിന്റെ മക്കളെ നീ കാത്തുകൊള്ളണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകം കാത്ത് സംരക്ഷിക്കട്ടെ. ഇന്ന് ലോകം മുഴുവനും ദൈവത്തിൻ്റെ സമാധാനം നിറയാൻ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.